പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായനയുടെ ആദ്യത്തെ വചനത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും? ദൈവശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാവും? എളുപ്പമല്ല. ഇന്നത്തെ സുവിശേഷം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. അപ്പനെ അമ്മനെയൊക്കെ വെറുക്കണം, സ്വന്തം ജീവിതത്തെ വെറുക്കണം, എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാവാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് വലുതായിട്ട് പിടികിട്ടണമൊന്നുമില്ല. ആർക്ക് ഗ്രഹിക്കാനാവും കർത്താവിൻ്റെ ശാസനങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ കൃത്യമായിട്ട് അനുഭവപ്പെടും നമുക്ക്. എന്നാലും ചില വചനങ്ങളിങ്ങനെ അതിലേക്കുള്ള ഒരു വെളിച്ചം നൽകുന്നുണ്ട്. രണ്ടാമത്തെ വായനയിൽ ഒനേസിമൂസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്പകാലത്തേക്ക് അവൻ നിന്നിൽ നിന്ന് വേർപിരിഞ്ഞത് ഒരുപക്ഷെ നിത്യമായി അവനെ നിനക്ക് തിരിച്ചു കിട്ടുന്നതിനായിരിക്കും. അല്പകാലത്തേക്ക് അവൻ നിന്നിൽ നിന്ന് വേർപിരിഞ്ഞത് ചിലപ്പോൾ നിത്യമായി അവനെ നിനക്ക് തിരിച്ചു കിട്ടുന്നതിനായിരിക്കും. ഇനി ഒരു ദാസനായിട്ടല്ല, അതിലുപരി ലൗകികമായും കർത്താവിലും എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരനായി അവനെ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ബന്ധങ്ങൾ കുറേയും കൂടെ ആഴപ്പെടുന്നതിന് കർത്താവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തണേ. ഇവൻ കുറച്ച് നാളത്തേക്ക് ഒനേസിമൂസ് നിങ്ങളിൽ നിന്ന് അകന്നു നിന്നത് നിത്യമായിട്ട് നിനക്ക് അവനെ കിട്ടുന്നതിനായിട്ടായിരിക്കും. അപ്പനെ അമ്മനെയൊക്കെ വെറുക്കാൻ പറയണത്, സ്വന്തം ജീവൻ വെറുക്കാൻ പറയണത്, കർത്താവിനെ ഇങ്ങനെ പരിപൂർണമായി സ്നേഹിച്ചു കഴിയുമ്പോൾ ഇവരെയൊക്കെ പിന്നെ ദാസന്മാരെ കണക്കല്ല, സഹോദരങ്ങളെ കണക്ക് ഇങ്ങനെ വളരെ പ്രിയപ്പെട്ടവരായി ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നതോടുകൂടെ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളുടെയൊക്കെ തലം ഇങ്ങനെ ഉയരുന്നത് അറിയാൻ പറ്റും നമുക്ക്. വെറുതെ ലൗകികമായിട്ടുള്ളതല്ല, നേരെ മറിച്ച് ആത്മീയമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മളിങ്ങനെ വഴി നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇത്രയും നാളുണ്ടായിരുന്ന ഈ ബന്ധങ്ങളുടെ ആഴം കൂടുന്നത് അറിയാൻ പറ്റും. ആത്മീയമായിട്ട് ഇങ്ങനെ പരസ്പരം ചേർത്ത് പിടിക്കുന്നതായിട്ട് അനുഭവപ്പെടാൻ പറ്റും. അതിന് ആദ്യം കർത്താവിനെ മുഴുവനായിട്ട് സ്നേഹിച്ചു തുടങ്ങണം. വചനം പറയണത് പോലെ നമ്മളതിന് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് അത്. ഈ തമ്പുരാനെ പരിപൂർണമായി സ്നേഹിച്ച് ഈ മുഴുവൻ മനുഷ്യരെയും ഇങ്ങനെ ആത്മീയമായിട്ട് നേടിയെടുക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ബന്ധങ്ങളെ ഇങ്ങനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണെന്ന് വചനം പറയണത്. 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരു ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാനുള്ള വക തൻ്റെ കയ്യിലുണ്ടോ എന്ന് നോക്കാതെ ഒരാൾ പണിയാൻ പോയാൽ അത് പൂർത്തിയാകാതെ കിടക്കും. അതുപോലെ തന്നെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ എതിര് നിൽക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ പറ്റുന്നത്ര സൈനിക ബലം തനിക്കുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ പോയാൽ തോൽവി ഉറപ്പാണ്. ഇതുപോലെ സ്വർഗരാജ്യം നേടിയെടുക്കാൻ കർത്താവുമായിട്ടുള്ള ഒരു ശിഷ്യത്വം, അവൻ്റെ യഥാർത്ഥ ശിഷ്യൻ എന്നുള്ള വലിയ പദവി നേടിയെടുക്കാൻ നമുക്ക് മുടക്കേണ്ടി വരുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ബന്ധങ്ങളിൽ നിന്നുള്ളൊരു അകൽച്ച തന്നെയാണ്. അത് പക്ഷേ നിത്യമായിട്ട് അവരെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് വചനം ഓർമ്മപ്പെടുത്തും. ഇവരെ വെറുത്തുപേക്ഷിച്ച് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലല്ല, നേരെ മറിച്ച് നിത്യമായി ആത്മീയമായി ഇവരെ നേടിയെടുക്കാനായി കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനാണ് പറയണത്. അപ്പനേക്കാൾ അധികം, അമ്മയേക്കാൾ അധികം, പ്രിയപ്പെട്ടവരെക്കാൾ അധികം, മക്കളേക്കാൾ അധികം, സ്വന്തം ജീവനേക്കാൾ അധികം എൻ്റെ കർത്താവിനെ സ്നേഹിക്കുക. പറ്റണില്ലല്ലോ, ഇപ്പോഴും പറ്റുന്നില്ലല്ലോ. മക്കളേക്കാൾ അധികമൊക്കെ കർത്താവിനെ സ്നേഹിക്കാൻ പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റണില്ല. മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിതം എന്നാണ് പറയണേ, അല്ലേ? മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണത് തന്നെ. കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കണമെന്ന് എന്താ പറയാത്തേ? ഈയൊരു ഡിഫറൻസ് കിടപ്പുണ്ടെന്നേ. കർത്താവ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ തന്നെ സ്നേഹിക്കാനാണ്. പക്ഷെ നമ്മളിപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ. ഒരു ദിവസത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എത്ര സമയം ചിലവഴിക്കുന്നുവെന്നും എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ എത്ര നേരം ചിലവിടുന്നുവെന്നും ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി നമുക്ക് മനസ്സിലാവും നമ്മൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കണതെന്ന്. പക്ഷെ ഇവരെ ആത്മീയമായിട്ട് നേടിയെടുക്കണമെങ്കിൽ ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെ നമ്മൾ സ്നേഹിച്ചിട്ട്, ഇത്രയൊക്കെ കരുതിയിട്ട്, കൂടെ നടന്നിട്ട്, ഒപ്പം നിന്നിട്ട് ഇവരെ ഈ ലോകത്ത് വെച്ച് പോലും നമ്മളുടെ ഒപ്പം നിർത്താൻ പറ്റണില്ലല്ലോ. കൈവിരലുകൾക്കിടയിലൂടെ മക്കളിങ്ങനെ ഇറങ്ങിപ്പോകുന്നത്, നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കുന്ന മാതാപിതാക്കൾ.
മനസ്സിലാക്കുന്നില്ല. മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും സഹോദരങ്ങളും മുതിർന്നവരും എന്നൊക്കെ ഇങ്ങനെ പലവട്ടം പരാതി പറയുന്ന ചെറുപ്പം മക്കളാണ്. ഇവരെയൊക്കെ കൂടുതൽ സ്നേഹിച്ചിട്ടും നമുക്കിവരെ ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ പോലും കൂടെ നിർത്താൻ പറ്റാതിരിക്കുമ്പോഴാണ് കർത്താവ് പറയണത്, നിങ്ങൾ എന്നെ കൂടുതൽ സ്നേഹിക്കുക. ഈ ജീവിതത്തിൽ മാത്രമല്ല, ഈ നിത്യമായിട്ട് തന്നെ അവരെ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. കർത്താവ് വചനം പറയണത് പോലെ ഇത്രയ്ക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ദുർഗ്രഹമാണ് കാര്യങ്ങൾ. എങ്കിലും ഇത് ആത്മീയ രഹസ്യമാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. നിങ്ങൾ കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചാൽ നിങ്ങളുടെ മറ്റ് ബന്ധങ്ങളെ നിങ്ങൾ ഈ ലോകത്തിലും പരലോകത്തിലും നേടിയെടുത്തിരിക്കും. അതാണ് കർത്താവ് പറയുന്ന കാര്യം. ഈശോയെ, അങ്ങയേക്കാൾ കൂടുതൽ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ച് അങ്ങേക്ക് വേണ്ടി സമയമില്ലാതായി പോയ പാവപ്പെട്ട മനുഷ്യരാണ് ഞങ്ങൾക്ക് അവസാനം നഷ്ടപ്പെട്ടു പോയത് അങ്ങയെ മാത്രമല്ല, പ്രിയപ്പെട്ടവരെ കൂടെയാണെന്ന് ഞങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. തമ്പുരാൻ്റെ തിരുമുൻപിൽ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവെ ആശീർവദിക്കുന്നത് അങ്ങയെ കൂടുതൽ സ്നേഹിക്കാനുള്ള തെളിച്ചത്തിന് വേണ്ടിയാണ്. വേറൊരാളും അതിനേക്കാൾ മുകളിലേക്ക് കയറി വരാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. കർത്താവിനെ മുഴുവനായി പൂർണ്ണമായി മറ്റുള്ളവരെക്കാൾ അധികമായി സ്നേഹിക്കാനുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് തെറ്റിദ്ധരിക്കപ്പെടും. ഉള്ളതാ, തെറ്റിദ്ധരിക്കപ്പെടും. നമ്മൾ ചിലപ്പോൾ ചീത്ത കേൾക്കേണ്ടി വരും, ചിലപ്പോൾ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടേണ്ടി വരും. പക്ഷേ അവരെ നമ്മൾ നേടിയെടുത്തിരിക്കും. തമ്പുരാനെ, ഈ ഒരു ആശീർവാദം തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ മുൻപിൽ മുട്ടിന്മേലായി പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാസിംഗ് ഇമോഷൻസിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, പെർമനൻ്റ് റിലേഷൻ ആണോ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് കിടന്നുറങ്ങണം. ഇപ്പോൾ നമുക്ക് തോന്നുന്ന ചെറിയൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിൽ നിത്യമായി ലഭിക്കാവുന്ന ഈ ഒരു ബന്ധം ഇങ്ങനെ വിച്ഛേദിച്ച് കളയണോ വേണ്ടയോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയെ കൂടുതൽ സ്നേഹിച്ച് മറ്റുള്ളവരെ നേടിയെടുക്കാൻ ഞങ്ങളെ ഒരുക്കണേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് ഉറങ്ങാനായി പോവാം. സ്വർഗം നമ്മളെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.